നമസ്കാരം. ആരോ കളിച്ച കളിയുടെ ട്രോഫി ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന നില വന്നതോടെയാണ് സുരേഷ് ഗോപി ഈ അവസ്ഥയിലെത്തിയത്. പാലയൂർ സെന്റ് തോമസ് ചർച്ച് പണ്ട് ശിവക്ഷേത്രമായിരുന്നുവെന്ന ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബുവിൻ്റെ പ്രസ്താവനയിൽ സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്ന് തൃശൂർ LDF ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാലയൂർ ചർച്ച് നിൽക്കുന്നയിടത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിവക്ഷേത്രമായിരുന്നു എന്നായിരുന്നു ഹിന്ദു ഐക്യവേദി നേതാവായ RV ബാബുവിൻ്റെ വിവാദ പ്രസ്താവന. യാതൊരു വിധത്തിലും അടിസ്ഥാനമില്ലാത്ത തികച്ചും പ്രകോപനപരമായ പ്രസ്താവനയാണ് ബാബു നടത്തിയത്. കേരളത്തിലെ മനുഷ്യർക്കിടയിൽ ഐക്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മനഃപൂർവ്വമാണ് സംഘപരിവാർ നേതാവിൻ്റെ ഈ അഭിപ്രായ പ്രകടനം എന്ന വിമർശനമാണ് LDF ഉന്നയിച്ചത്. തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായി പാർട്ടി ഉയർത്തിക്കാട്ടുന്ന സുരേഷ് ഗോപി നിലവിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിച്ചു വരികയാണെന്നും അദ്ദേഹം ലൂർദ് മാതാവിന് കിരീടം സമ്മാനിച്ചത് വാർത്തയായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റി എടുത്തു പറഞ്ഞു. എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ സംഘപരിവാർ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകളെക്കുറിച്ച് പ്രതികരിക്കാൻ സുരേഷ് ഗോപിക്ക് ബാധ്യതയുണ്ട് എന്നാണ് LDF നിലപാട്. RV ബാബു തൃശൂരിലെ മറ്റ് ക്രിസ്ത്യൻ ചർച്ചുകളെക്കുറിച്ച് നുണപ്രചാരണങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇതേക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കാൻ സുരേഷ് ഗോപി തയ്യാറാവണമെന്നും LDFിൻ്റെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. തൃശൂരിൻ്റെ മാതൃകയായ മതസൗഹാർദ്ദം തകർക്കാൻ നടത്തുന്ന പ്രകോപനപരമായ നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും LDF വാർത്താക്കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ചാനലിൽ ഗ്യാൻവ്യാപി മസ്ജിദുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സംസാരിക്കുന്നതിനിടെയാണ് RV ബാബു വിവാദമായ പ്രസ്താവന നടത്തിയത്. മലയാറ്റൂർ പള്ളി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയിട്ടുണ്ടെന്നും അത് വായിക്കണമെന്നും RV ബാബു ചർച്ചയിൽ പറഞ്ഞു. നേരത്തെ അർത്തുങ്കൽ പള്ളി ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന RSS നേതാവ് TG മോഹൻദാസിൻ്റെ വാദം ശരിയാണെന്നും 50 വർഷം മുമ്പ് പുറത്തിറക്കിയ സുവനീറിൽ അത് പരാമർശിക്കുന്നുണ്ടെന്നും RV ബാബു ചർച്ചയിൽ പറഞ്ഞിരുന്നു. കേരളത്തിൽ സാമൂഹ്യ സ്പർദ്ധയുണ്ടാക്കാൻ ഹിന്ദുത്വ ഘടകങ്ങൾ നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളെ പ്രതിരോധിക്കാനോ തള്ളാനോ കഴിയാതെ തൃശങ്കുവിൽ നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ നെഞ്ചിൻ കൂട് നോക്കി തന്നെയാണ് ഇപ്പോൾ LDF നിറയൊഴിച്ചിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സുരേഷ് ഗോപിക്കാവില്ല. അതേസമയം സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പുറപ്പെടുന്ന ടോർപിഡോകളെ നേരിടാനാവാതെ കുഴങ്ങുകയാണ് സുരേഷ് ഗോപി. എന്തായാലും LDF ഈ വിഷയം ഏറ്റെടുത്തതോടെ സുരേഷ് ഗോപി ഒന്നുകൂടി വെട്ടിലായിരിക്കുകയാണ്. ആളാവാൻ നോക്കരുത് എന്ന് മാധ്യമപ്രവർത്തകരോട് കയർത്ത സുരേഷ് ഗോപിക്ക് ഈ ചോദ്യമുയർത്തുന്ന എത്ര പേരോട് ഇനിയും കയർക്കേണ്ടി വരുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്.